ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം. അശ്വിന്റെ കാമുകിയായിട്ടുള്ള മധുവിന് കുറച്ച് ഡ്രസ്സുമായിട്ട് ശ്രുതി വീട്ടിലോട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് പ്രീതിയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി മധു എവിടെ? അവൾക്ക് ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്, അതവൾക്ക് കൊടുക്കാനായിട്ടാ. ഞാൻ കണ്ടിട്ടില്ല മധുവിനെ ഒന്നും. അവളെവിടെയെങ്കിലൊക്കെ കാണും. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്താ പിന്നെ ഞാൻ പറയേണ്ടത്? നീ എന്തിനാ അവളെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചേ? നിനക്കറിയുന്നതല്ലേ അശ്വൻ സാറും അവളും തമ്മിൽ മുൻപേ ഇഷ്ടത്തിലായിരുന്നെന്ന്. എന്നിട്ടും നീ എന്തിനാ അവൾ ഇവിടെ താമസിപ്പിക്കണമെന്ന് വാശി പിടിക്കുന്നേ? എനിക്കതൊന്നും കണ്ടില്ലാന്ന് നടിക്കാനൊന്നും പറ്റില്ല. എനിക്ക് നിന്നെ പോലെ അത്ര വലിയ മനസ്സൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ അവളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാനായിട്ട് പറഞ്ഞു, വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാനായിട്ട്. ചേച്ചി ചേച്ചി എന്ത് പണിയാ കാണിച്ചേ? ചേച്ചിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ ആ കുട്ടിയെ ഇവിടെ താമസിപ്പിച്ചത് ആ കുട്ടിക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും വഴി കാണിച്ചു കൊടുത്ത് അവളെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കരുതിയിട്ടാ. എന്നാ ചേച്ചി എന്ത് പണിയാ കാണിച്ചത്? അങ്ങോട്ടേക്ക് അശ്വിനും മുത്തശ്ശിയും മനോരമയും ശ്യാമും അഞ്ജലിയൊക്കെ വരുന്നുണ്ട്. എന്നാ പ്രീതി പറയുന്നുണ്ട്, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. എൻ്റെ അനിയത്തിയുടെ ജീവിതം ഇങ്ങനെ നശിക്കുന്നത് കാണാനേ എനിക്ക് പറ്റില്ല. ചേച്ചി ചേച്ചിയുടെ അനിയത്തിയാ ഞാൻ. അതുപോലെ മധുവിനെയും ചേച്ചിക്ക് അനിയത്തിയായിട്ട് കണ്ടൂടെ? ചേച്ചി എന്തിനാ ഇത്രയും വലിയ ക്രൂരതയൊക്കെ കാണിക്കുന്നേ? നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും എൻ്റെ തലയിൽ കയറില്ല ശ്രുതി. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവൾക്ക് നിനക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കാനോ എന്തെങ്കിലും സഹായിക്കാനോ ഇവിടെ തന്നെ നിർത്തിയിട്ട് വേണമെന്നുണ്ടോ? അവളെ വേറെ വല്ല വീട്ടിലോട്ട് മാറ്റ്. എന്നിട്ട് നിനക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അവൾക്കങ്ങ് ചെയ്തു കൊടുക്ക്. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇതൊന്നും എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ശ്രുതി അശ്വിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അശ്വിൻ സാറേ, അവൾ എവിടേക്കാ പോയെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ അശ്വിനും ശ്രുതിയും മധുവിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. എന്നാ അഞ്ജലി മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ടാ ശ്രുതിയും പ്രീതിയും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുന്നേ. അതും മധു കാരണാ ഇങ്ങനെ ഒരു സംസാരം വന്നത്. ഇനി എന്തൊക്കെയാ ഉണ്ടാവാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ മുത്തശ്ശി. എനിക്കറിയില്ല മോളെ. ഒന്ന് നന്നാവുമ്പോൾ അടുത്ത പ്രശ്നമായിട്ട് ആരെങ്കിലൊക്കെ കയറി വരും. എന്താ ഞാൻ പറയാ എന്നൊക്കെ മുത്തശ്ശി പറയുന്നു. ഇത് കണ്ടാണെങ്കിൽ മനോരമയ്ക്കും ശ്യാമനും ഒത്തിരി സന്തോഷാവുന്നുണ്ട്. എങ്ങനെയെങ്കിലും ശ്രുതിയുടെയും അശ്വിൻ്റെയും സമാധാനം കളയണല്ലോ. അതാണല്ലോ മെയിൻ ആയിട്ടുള്ള പരിപാടി. വീണ്ടും അതുപോലുള്ള ചെറിയൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് ശ്രുതി മധുവിനെ അന്വേഷിച്ച് പോകുന്നത് ഹോസ്പിറ്റലിലോട്ടായിരിക്കും. ഹോസ്പിറ്റലിലായിരുന്നല്ലോ മധു ഇത്രയും നാളും കിടന്നിരുന്നത്. അവിടെ തന്നെയാണ് ഒരു റൂം കൊടുത്ത് അവളെ താമസിപ്പിച്ചിരുന്നത്. അങ്ങനെ ഡോക്ടറെ കാണാനായിട്ട് മധു ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നുണ്ട്. ശ്രുതിയെ കാണുന്നതും മധു ചോദിക്കുന്നുണ്ട്, എന്തിനാ ശ്രുതി, നീ എന്തിനാ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത്? എന്താ മധു ഒരു വാക്ക് എന്നോട് പറയാതെ നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്? ഞാൻ അവിടെ നിന്നാല് നിങ്ങൾക്കൊക്കെ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഇവിടെ തന്നെ നിൽക്കാറ്. നിങ്ങളിനി എന്നെ ഓർത്തിട്ട് ടെൻഷൻ അടിക്കണ്ട. നിങ്ങളുടെ ഭാവി നോക്കി നിങ്ങൾ മുന്നോട്ട് പോകാൻ നല്ലത്. അങ്ങനെയൊന്നുമില്ല. നീ എന്തായാലും ഇവിടെ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ കൂടെ വന്ന് താമസിച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ ശ്രുതി, അത് വേണ്ട എന്ന്. മധുവിനെ ഉള്ളിലോട്ട് ഡോക്ടർ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളിൽ കയറി സംസാരിക്കുന്നുണ്ട് ഡോക്ടറെ അടുത്ത്. ഡോക്ടർ മധുവിനോട് പറയുന്നുണ്ട്, മധു ഇപ്പം നീ എല്ലാം കൊണ്ടും ഓക്കെയാ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നീ തന്നെയാ നിന്റെ അസുഖം മാറ്റിയെടുത്തത്. അതുകൊണ്ട് ഇനി നല്ല രീതിക്ക് മുന്നോട്ട് ജീവിക്കാൻ നോക്ക്. ആ ഡോക്ടർ എനിക്ക് ഒരുപാട് സഹായം ചെയ്തു തന്നിട്ടുണ്ട്. ഈ ഹോസ്പിറ്റലിൽ നിർത്തി എനിക്ക് വേണ്ട ചെറിയ ജോലിയാണെങ്കിലും അത് തന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തിയാക്കിയത് ഡോക്ടറല്ലേ. അക്കാര്യത്തിൽ ഞാൻ ഡോക്ടറോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. തനിയെ മുന്നോട്ട് പോയി രോഗത്തെ വരെ തോൽപ്പിച്ച ആളയാൾ. അതുകൊണ്ട് ചെറിയ ഹെൽപ്പൊക്കെ ഞാൻ ചെയ്താലും അത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇനി അങ്ങോട്ട് നല്ല രീതിക്ക് ജീവിക്കാൻ നോക്ക് എന്ന് ഡോക്ടർ പറയുന്നു. ഡോക്ടർ, എൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങുക. ഇനി എന്തായാലും എനിക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ലല്ലോ. അതിനെന്താ, താനെന്തായാലും ഇടയ്ക്കൊക്കെ എന്നെ വന്ന് കാണണം എന്ന് ഡോക്ടർ പറയുന്നു. അപ്പോഴേക്കും ഡോക്ടർക്ക് ഒരു കോൾ വരുന്നുണ്ട്. എനിക്ക് ഒരു അർജൻറ്റ് കോളുണ്ട്, ഞാൻ സംസാരിച്ചിട്ട് ഇപ്പം തന്നെ വരാം എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. കൂടെ ഒരു നേഴ്സ് ഉണ്ടായിരിക്കും. എന്നാൽ മധു ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി എൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ എടുത്തിട്ട് വരാം. ആ ശരി, ഞാൻ കൂടെ വരാം സഹായിക്കാനായിട്ട്. എന്നാൽ നേഴ്സ് പറയുന്നുണ്ട്, അല്ല ഇയാൾ ഇവിടെ ഇരിക്കുക. അതെന്താ? അല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി അങ്ങോട്ട് മരുന്നൊക്കെ കഴിക്കുന്നത് ഇയാൾ കൂടെ നോക്കിയാൽ അത് എളുപ്പമാവുമല്ലോ. ഇനി മധു മറന്നാലും ഇയാളെടുത്ത് കൊടുക്കുമല്ലോ, അത് കരുതിയിട്ടാ. എന്നാ മധു താൻ തൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി. ഞാനിതൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് വന്നോളാം. അങ്ങനെ
ശ്രുതി നേഴ്സുമായിട്ട് സംസാരിക്കുന്നുണ്ട്. നേഴ്സ് പറയുന്നുണ്ട്, മരുന്നെല്ലാം കൃത്യസമയത്ത് കൊടുക്കണം. ഇനി അതിന് മാറ്റമൊന്നും വരുത്തരുത്. മധു മറന്നാലും ശ്രദ്ധിച്ച എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് ഇയാൾ തന്നെയാ എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുക. അങ്ങനെ ഫയൽ കൊടുക്കുന്നുണ്ട്. ശ്രുതിയുടെ കയ്യിൽ ഫയൽ കൊടുക്കുന്നതും പെട്ടെന്ന് തിരികെ വാങ്ങിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മറയ്ക്കുന്നതും എന്തൊക്കെയോ എടുത്ത് മാറ്റാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുവാണ് നേഴ്സ്. ഇത് കാണുന്ന ശ്രുതിക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്. അല്ല, ഇയാൾ എന്താ കാണിക്കുന്നേ? അല്ല, അതൊന്നുമല്ല. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മധുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്നാൽ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാം. വലിയ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. എന്താണെങ്കിലും തുറന്നു പറ. മധുവിന് പോലും ഇക്കാര്യം അറിയില്ല. ഇയാൾ എന്താ പറഞ്ഞു വരുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അത് മധു ഇങ്ങോട്ട് വരുന്ന സമയത്ത് മധു പ്രഗ്നൻ്റ് ആയിരുന്നു. ആ ആക്സിഡൻറ്റിന് ശേഷം കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. എന്നാൽ ഇതെനിക്കും മുൻപ് മധുവിനെ നോക്കിയ ഡോക്ടർക്ക് മാത്രമേ അറിയൂ. ഇപ്പോൾ പരിശോധിക്കുന്ന ഡോക്ടർക്ക് അതറിയില്ല. ഇത് കേട്ട് ശ്രുതി ഞെട്ടുന്നുണ്ട്. മധു പ്രഗ്നൻ്റ് ആണെന്നോ? അതെ, പ്രഗ്നൻ്റ് ആയിരുന്നു. കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. എന്നാൽ ആ കുട്ടിയുടെ ഭാവി എന്താണെന്ന് അറിയാത്ത കാരണം ഡോക്ടർ തന്നെയാ ഇപ്പം തൽക്കാലം ഒന്നും പറയണ്ട എന്ന് ഡോക്ടർ പറഞ്ഞതാ. അതുകൊണ്ടാ ഞാൻ ആരോടും പറയാതിരുന്നത്. ഇപ്പോൾ ഡോക്ടർ ഇവിടെ ഇല്ല, വേറെ ഹോസ്പിറ്റലിലോട്ട് മാറി. അതുകൊണ്ട് ഇപ്പോൾ രോഗമൊക്കെ മാറിയ സ്ഥിതിക്ക് നിങ്ങളെടുത്ത് ഇക്കാര്യം പറയാമെന്ന് കരുതിയിട്ടാ ഞാൻ വന്നത്. എന്തായാലും ആ കുട്ടിക്കിപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. സഹായത്തിനായിട്ട് നിങ്ങളും ഇല്ലേ? അതുകൊണ്ട് ഇനി സത്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം. ആ കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു. ദയവ് ചെയ്ത് ഇനി അത് മധുവിനോട് പറയരുത്. ഇനിയൊരു ഷോക്ക് താങ്ങാൻ ആ കുട്ടിക്ക് കഴിയില്ല. അച്ഛൻ്റെയും അമ്മയുടെയും മരണം വല്ലാത്ത ഷോക്കിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോയതാ. ഇപ്പോഴാ ഒന്ന് നോർമലായിട്ട് വന്നത്. അതുകൊണ്ട് തൽക്കാലം ഇതൊന്നും പറയരുത്. ഇല്ല നഴ്സേ, ഞാനൊന്നും പറയില്ല. അങ്ങനെ ശ്രുതി പൊട്ടിക്കരയുവാണ്. അങ്ങനെ അവിടെ നിന്ന് ശ്രുതി ഇറങ്ങുന്നുണ്ട്. ശ്രുതി റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കാണുന്നത് നമ്മുടെ അശ്വിനും മധുവും തമ്മിൽ നിന്ന് സംസാരിക്കുന്നതാണ്. ഇതോടുകൂടി ശ്രുതിക്ക് സങ്കടം താങ്ങാനാവുന്നുണ്ടായിരിക്കില്ല. കണ്ണുകളിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരിക്കും. ഇതേ സമയത്ത് തന്നെ നേഴ്സ് മനോരമയ്ക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മാഡം പറഞ്ഞ പോലെ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ പെണ്ണ് അത് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മാഡം പറഞ്ഞ പൈസ എനിക്ക് തരണം. അതിനെന്താ, പൈസയൊക്കെ തൻ്റെ അക്കൗണ്ടിലോട്ട് വരും. ഇനിയിപ്പോൾ താനായിട്ട് എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ വിളിച്ചോളാം. ആൻറ്റി, എന്തായി? ശ്രുതിയുടെ നേഴ്സ് അതൊക്കെ പറഞ്ഞോ? എല്ലാം പറഞ്ഞു, എല്ലാം സെറ്റാ. അവൾ അതൊക്കെ വിശ്വസിച്ച് പൊട്ടിക്കരയെന്നാ പറഞ്ഞത്. ഇനി ഉറപ്പായിട്ടും അശ്വിനും ശ്രുതിയും തമ്മിൽ വഴക്കുണ്ടാവും. ഇനി ഒരിക്കലും അവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുക പോലും ഇല്ല ശ്രുതി. ആൻറ്റി, അത് കേട്ടാൽ മതി എനിക്ക്. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. അവൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ നടക്കുന്നു. എൻ്റെ ശ്രുതിയെ അതൊരിക്കലും നടക്കില്ല. ശ്രുതി എനിക്ക് സ്വന്തമാ, എൻ്റെ മാത്രം. ഞാൻ അവളെ അവനങ്ങ് വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ ശ്യാം പറയുന്നു. പിന്നീടായിട്ട് കരഞ്ഞുകൊണ്ട് അശ്വിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അശ്വിൻ്റെ മുഖത്തോട്ട് തന്നെ നോക്കുക. എന്താ ശ്രുതി, എന്താ കാര്യം? ഏയ് ഒന്നുമല്ല. അല്ല ശ്രുതി, എൻ്റെ അടുത്ത് അശ്വിൻ പറയുമായിരുന്നു ഞാനവിടെ നിന്ന് പോകുന്നതിന് പ്രീതി എന്തൊക്കെയോ വഴക്ക് പറഞ്ഞെന്ന്. അവളൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എന്നാൽ നമുക്ക് വീട്ടിലോട്ട് പോയാലോ എന്നും പറഞ്ഞ് ശ്രുതി കാറിനടുത്തോട്ട് ചെല്ലുന്നുണ്ട്. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോഴും അശ്വിൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നാൽ ശ്രുതി കാറിൻ്റെ പിൻ സീറ്റിലായിരിക്കും കയറുന്നുണ്ടായിരിക്കുക. ഫ്രണ്ടിൽ കയറാത്ത കാരണം അശ്വിൻ എന്തൊക്കെയോ സംശയം തോന്നുവാണ്. മധു കാറ് കയറുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, നീ ഫ്രണ്ടിലിരുന്നോ എന്ന്. അങ്ങനെ മധു ഫ്രണ്ടിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. എന്നാൽ അശ്വിൻ അതൊന്നും സഹിക്കാൻ പോലും പറ്റുന്നുണ്ടായിരിക്കില്ല. മധുവിനെ ഒരിക്കൽ പോലും മനസ്സിൽ ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല. ഇപ്പോൾ എല്ലാം കൊണ്ടും ശ്രുതിയാണ് തൻ്റെ ഭാര്യ എന്ന് മനസ്സിൽ ഉറപ്പിച്ചാണ് അശ്വിൻ നടക്കുന്നത്. അതിനിടയിലാണ് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ. നാളത്തെ എപ്പിസോഡിൽ ബാക്കി റിവ്യൂ പറയാം. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്തേക്കാം. ബായ്.